Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. നിലവിലെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിലവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം ഇന്നിപ്പോൾ സാധ്യമാകുന്നില്ല. ഏകദേശം 1% ഇടിവ് നിഫ്റ്റി 50 ഉണ്ടാകുന്നു. അതായത് ഗ്ലോബലി വരുന്ന ഒരു ടേക്ക് ഓവർ ഡേറ്റയും ഗ്ലോബൽ ക്യൂസും നോക്കുകയാണെങ്കിലും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തകളൊന്നും തന്നെ വരുന്നില്ല. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു US ഇറാൻ ചർച്ചകൾ എന്ന് പറയുന്നതും ആ ഒരു പീസ് ഡീലിലേക്ക് നീങ്ങുന്നു എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രിഗേഴ്സ് ആയിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു അക്രമം വരുന്നു എന്നൊരു രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നു. അതിനൊക്കെ തന്നെ മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാലും ആ ഒരു ആക്രമണത്തിനുള്ളൊരു ഇൻറ്റൻറ്റ് ഒക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ പീസ് ഡീൽ ഇനിയും വൈകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലത്തെ ഒരു ഓവർനൈറ്റിൽ US മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ S&P 500 നോക്കുകയാണെങ്കിലും ഡോ ജോൺസ് നോക്കുകയാണെങ്കിലും ഒരു റെക്കോർഡ് ഹൈ വീണ്ടും തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്കിലേക്ക് വരികയാണെങ്കിൽ താരതമ്യേന ഒരു ഫ്ലാറ്റ് പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലുണ്ടാകുന്ന ഗ്ലോബൽ പ്രഷേഴ്സ് മൂലം ക്രൂഡ് മാർക്കറ്റുകളൊക്കെ തന്നെ ഒന്നുകൂടി എസ്കലേറ്റ് ചെയ്തു വരുന്ന ഒരു കാഴ്ച വീണ്ടും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ബ്രന്റ് ക്രൂഡൊക്കെ തന്നെ ഏകദേശം $97 എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് എത്തുന്നു. WTI ക്രൂഡ് $90 മുകളിൽ ഏകദേശം $92 ആയിട്ട് നിലനിൽക്കുമ്പോൾ ഗോൾഡ് ഒക്കെ തന്നെ വീണ്ടും താഴോട്ട് പോകുന്നുണ്ട്. ഗോൾഡ് ആയാലും സിൽവർ ആയാലും തന്നെ ഒരു സെൽ ഓഫ് ഉണ്ടാകുന്നു. എന്നാൽ US നിന്ന് വരുന്ന ചില ഡേറ്റകൾ നോക്കുകയാണെങ്കിൽ US ജോബ് മാർക്കറ്റ് വളരെ റിസൈലിയൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. അതായത് വന്നിരിക്കുന്ന ഒരു ജോബ് ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ 5 വർഷത്തെ ഏറ്റവും മികച്ച ഒരു ജോബ് ഡേറ്റയാണ് നിലവിൽ ഇപ്പോൾ US നിന്ന് വന്നിരിക്കുന്നത്. ആ രീതിയിൽ എക്കണോമിക് ഡേറ്റയൊക്കെ തന്നെ പോസിറ്റീവായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ US ഉള്ളത് കൊണ്ട് തന്നെ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാഹചര്യം നിലവിലെ ഈ ഒരു സിറ്റുവേഷൻസും അനലൈസ് ചെയ്യുമ്പോൾ ഉള്ളൊരു സാധ്യത കുറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിൻറ്റും നിലവിലിപ്പോൾ മാർക്കറ്റിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നൊരു കാര്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്നും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. പല രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിനെ പല രീതിയിൽ വലയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് ദിനത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു അനാലിസിസ്? നിഖിൽ, ഒരു കാര്യം വസ്തുത തന്നെയാണ്. അതായത് ഇപ്പോൾ വാറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പീസ് റെസൊല്യൂഷനിലേക്ക് വരാത്തതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഈ US-ഉം ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്ന അവരുടെ ആ ഒരു റെസൊല്യൂഷൻ പ്ലാനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ യുദ്ധം തുടങ്ങിയത് മുതൽ, അതായത് ഫെബ്രുവരി അവസാനം മുതൽ നമ്മൾ ഈ ജൂൺ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസമില്ല. ബട്ട് എനിക്കിവിടെ തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പോൾ ഇന്നലെ ന്യൂസ് വന്നല്ലോ, അതായത് ഇറാൻ കുവൈറ്റിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് ഒരു അറ്റാക്ക് നടത്തി, ബഹ്റിനിലെ ചില ഭാഗങ്ങളിലേക്ക് അറ്റാക്ക് നടത്തി. ബഹ്റിനിൽ തന്നെ US ബേസിന്, അതായത് 5th ഫ്ലീറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ബഹ്റിൻ US-ൻ്റെ അങ്ങോട്ടേക്ക് അറ്റാക്ക് നടത്തിയെന്നും ഇതിൽ പല അറ്റാക്കുകളും ഈ പറയുന്ന കുവൈറ്റിലേക്കുള്ളതും അല്ലെങ്കിൽ ബഹ്റിനിലേക്കുള്ളതും ഇവർ ജോയിൻ ചെയ്ത് US-ൻ്റെ കൂടെ നിന്ന് തന്നെ കുവൈറ്റും ബഹ്റിനും ഒക്കെ കൂടി അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനും നമുക്ക് വരുന്നുണ്ടെന്നുള്ള. അതിന് റിട്ടാലിയേഷനായിട്ട് US-ൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഇൻഫർമേഷൻ എന്താ വെച്ചാൽ ഇറാനിലേക്ക്, അതായത് പ്രത്യേകിച്ച് കാർഗ് ഐലൻഡിലെ ഓയിൽ ഹബ്ബിലേക്ക് മൂവ് ചെയ്തിരുന്ന ഒരു ഓയിൽ ടാങ്കർ 24 മണിക്കൂറിനുള്ളിൽ US ഒന്നത് ബ്ലോക്കേഡ് കൽപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ബ്ലോക്കേഡ് മറികടന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ച ഒരു വെസൽ US പറയുന്നത് എന്താ വെച്ചാൽ, സെൻകോം പറയുന്നത് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ 20 പ്രാവശ്യം വാർണിംഗ് കൊടുത്തിട്ടും അവർ ഈ പറഞ്ഞ പോലെ അത് വകവച്ചില്ല എന്നുള്ള, അവരുടെ എൻജിൻ റൂമിലേക്ക് ഒരു ഫയറിംഗ് നടന്നു എന്നുള്ളതും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ യുദ്ധത്തിൻ്റെ ഈ പരിസമാപ്തി അല്ലെങ്കിൽ ഒരു പീസ് പ്രൊപ്പോസലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ആരുടെ ഭാഗത്ത് ന്യായം എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ പൊളിറ്റിക്സ്. US-നെ ഫേവർ ചെയ്യുന്നവർ അവരുടെ കണ്ണാടി കൂടെ നോക്കുമ്പോൾ US-ഉം ഇസ്രായേലുമാണ് കറക്റ്റെന്നും, ഇറാനെ ഫേവർ ചെയ്യുന്നവർ ആ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ ഇറാനാണ് കറക്റ്റെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നുള്ള പ്രശ്നം വെച്ചാൽ ആഫ്റ്റർ ഓൾ ദീസ് കൊമോഷൻ ഇറാനിലെ ലീഡർഷിപ്പിൽ ഭയങ്കരമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ലീഡർഷിപ്പ് ഇറാനിൽ ഫ്രാക്ചേർഡ് ആണെന്നുള്ള ഇത് പലപ്പോഴായിട്ട് ട്രംപിൻ്റെ വാക്കുകളിലും മാർക്കോ റൂബിയോയുടെ വാക്കുകളിലും ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ബട്ട് ഈവൻ ദെൻ നമുക്കും അത് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴായിട്ട് ഇറാനിൻ്റെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ അറാക്ചി അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് പെസഷ്കിയാൻ ഒക്കെ വന്ന് പറയണതിന് വിപരീതമായിട്ടാണ് പലപ്പോഴും IRGC പെരുമാറുന്നതെന്നുള്ള. അപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു വശത്തും
ഇപ്പുറത്ത് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സും പിന്നെ ഒരു വശത്ത് ഈ സുപ്രീം ലീഡർ മുജ്തബ കമീനി ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്ന പോലെ തോന്നി. ഒരു പ്രാവശ്യം ട്രംപ് എസ്പെഷ്യലി പറയുകയുണ്ടായി, ഇറാനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ദിവസങ്ങളെടുക്കും അവിടുന്ന് റിപ്ലൈ വരാൻ. കാര്യം അവിടെയുള്ള ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചേർഡ് ആണ് എന്നുള്ള. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർ ഇങ്ങനെ നീണ്ടു പോകാനായിട്ടുള്ള കാര്യം ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം എന്നുള്ള. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ്, അതായത് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നറിയോ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ മുന്നിൽ പലരും ഈ പറയുന്ന പോലെ എന്താണ്, ചിലവർ ട്രേഡിംഗ് മാത്രം ചെയ്യുന്നു, ചിലവർ ഇൻവെസ്റ്റിംഗ് മാത്രം ചെയ്യുന്നു, ചിലവർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ മാത്രം, ചിലവർ ക്യാഷ് മാർക്കറ്റിൽ, ചിലവർ കറൻസി മാർക്കറ്റിൽ, ചിലവർ കമ്മോഡിറ്റി മാർക്കറ്റിൽ. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻ ഐസൊലേഷനാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നോക്കിയത് ഇതേപോലുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സമയം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി നോക്കാം, ഒരു എക്സ്ട്രീം. നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു വണ്ടി ഓടിച്ച് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ഒരു സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കണമല്ലോ. അതിൽ വളവുണ്ടാവും, തിരിവുണ്ടാവും, ബമ്പ് ഉണ്ടാവും, ചില ഹെയർ പിൻ ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, അവിടെ വരുമ്പോൾ നമ്മളൊന്ന് സ്ലോ ചെയ്യണം, ബ്രേക്ക് ഇടണം, ഗിയർ മാറ്റണം. ഇങ്ങനത്തെയൊക്കെ പല രീതിയിലുള്ള കാലിബ്രേഷനാണ് നമ്മളെ മുന്നോട്ട് സേഫായിട്ട് നയിക്കണമെന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും മാർക്കറ്റിലേക്ക് വരുന്നത് ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ എപ്പോഴും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് മാക്സിമം പോയാൽ എത്ര തന്നെ നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് വേണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കാനായിട്ട്. അതിന് സിമ്പിളായിട്ട് നമ്മൾ പോസിറ്റീവ് മാത്രമേ ഞാൻ കാണുള്ളൂ, നെഗറ്റീവ് ഞാൻ ഒന്നും ശ്രദ്ധിക്കത്തില്ല. നെഗറ്റീവ് പറയുന്നവരൊക്കെ മാർക്കറ്റിൽ നെഗറ്റിവിറ്റിയാണ് പറയുന്നത്, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. ഒരു ഓപ്പൺ ആൻഡ് ഫ്ലെക്സിബിൾ മൈൻഡിൽ വേണം നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ. കാര്യം എന്തറിയോ, മാർക്കറ്റിൽ 2 ടൈപ്പുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഒരു പ്ലെയേഴ്സ് എന്താ, ലോങ് പിടിക്കുന്ന, അതായത് താഴേന്ന് പിടിച്ച് മുകളിലേക്ക് കിട്ടുന്ന പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന വ്യക്തികളുമുണ്ട്, മുകളിൽ നിന്ന് ഷോർട്ട് അടിച്ച് താഴേക്ക് വരുന്ന യൂട്ടിലൈസ് ചെയ്യുന്നവരും. ഈ 2 പേരും വരുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ട് സിസ്റ്റമാണ് മാർക്കറ്റ്. അപ്പം മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് യൂസ് ചെയ്ത് ഷോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരും മാർക്കറ്റിലുണ്ടെന്ന് നമ്മൾ മറക്കരുത്. നമ്മളെപ്പോഴും ലോങ് ഓൺലി പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് വരുന്ന എല്ലാ കാര്യത്തിനെയും അയ്യോ നെഗറ്റീവ് പറയുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല. നമ്മൾ ഈ 2 കാര്യങ്ങളെയും കൂടെ നമ്മൾ കണക്കിലെടുത്ത് അതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ പൊസിഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് അതിൻ്റെ ഒരു ഓപ്റ്റിമം വെൽത്ത് ക്രിയേഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ പല ഫണ്ടുകളും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ല പല വ്യക്തികളും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോങ് ഷോർട്ട് ഫണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ഷോർട്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ ലോങ്ങിൻ്റെ പെർസെൻറ്റേജ് 80%, ഷോർട്ട് 20 ആയിരിക്കും. ചിലപ്പോൾ മാർക്കറ്റ് നല്ല ഓവർ വാല്യൂഡ് സിറ്റുവേഷൻ പോകുമ്പോൾ അവരിത് റിവേഴ്സ് ചെയ്യും, അതായത് അവരെ ഷോർട്ട് കൂട്ടും, ലോങ് കുറയ്ക്കും. ഇങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ എന്താണ് പ്രേക്ഷകരോട് എപ്പോഴും പറയുന്നത് വെച്ചാൽ, നമ്മളിൽ പലരും ഞാൻ പറഞ്ഞില്ലേ F&O ട്രേഡിങ്ങിനെ സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻസ് ചെയ്യുന്നവർ, ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർ, സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണവർ, ട്രേഡ് ചെയ്യണവർ വേറെ, കറൻസി മാർക്കറ്റിൽ ചെയ്യുന്നവർ വേറെ, കമ്മോഡിറ്റി മാർക്കറ്റിൽ ചെയ്യുന്നവർ. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വക എല്ലാ പ്രോഡക്ട്സും ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഹെഡ്ജ് ചെയ്ത് പോകുന്നതിലാണ് ഒരു പോർട്ട്ഫോളിയോൻ്റെ സക്സസ് ഇരിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയൊരു കോംപ്ലക്സ് സബ്ജക്റ്റാണ്. അതിന് എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് 2-3 ദിവസം നിർത്താതെ സംസാരിച്ചാലും ഇല്ല. ശരിക്കും ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ സ്റ്റോക്സിൽ ലോങ് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന് എവിടെ വച്ചൊരു റിസ്ക് വരാം. ആ റിസ്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നുള്ളതിന് നമുക്ക് അതിനകത്ത് ഹെഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിഫ്റ്റിയിലെ ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതുകൂടാതെ വൈൽഡ് മൂവ്മെൻറ്റ് ഇൻ കറൻസി അല്ലെങ്കിൽ വളരെ വോളറ്റൈൽ മൂവ്മെൻറ്റ് ഇൻ കമ്മോഡിറ്റീസും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മോഡിറ്റി മാർക്കറ്റും ഈ പറയുന്ന പോലെ കറൻസി മാർക്കറ്റും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വലിയ ഇൻവെസ്റ്റേഴ്സും വലിയ FISും ഒക്കെ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ചെയ്ത ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോംബോ സ്ട്രാറ്റജിയാണ് ചെയ്യുന്നതെന്നുള്ള. നമ്മളെ സംബന്ധിച്ച് പലരും ഇതൊരു ഹൈ ലെവൽ കാര്യമാണ്, സാധാരണക്കാർ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞ്, ഞാനൊരു അക്കാഡമിക് സേക്കിന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ആൾക്കാർ ഓപ്ഷൻസ് മാത്രം ചെയ്യുന്നവരുണ്ട്, ഇതിൽ മാത്രം ക്യാഷ് മാർക്കറ്റിൽ മാത്രം. ശരിക്കും ഇത് കമ്പൈൻ ചെയ്ത് ശരിക്കും നിങ്ങൾക്ക് റിസ്ക് ഹെഡ്ജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹെഡ്ജ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് ഈ ഹെഡ്ജിങ്ങിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ഹെഡ്ജിങ് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്ലാൻ ഒന്നുമില്ല. ഇപ്പോൾ ആരെങ്കിലും എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇൻവെസ്റ്റിംഗ് രീതി അനുസരിച്ച് വേണം ചെയ്യാമെന്നാണ്. ഞാൻ ഉപയോഗിക്കുന്ന രീതിയിൽ എനിക്കുള്ള കൺവിക്ഷൻ ആയിരിക്കില്ല മറ്റുള്ള ആൾക്കുള്ള കൺവിക്ഷൻ. ഞാൻ ചിലപ്പോൾ ഷോർട്ടായിരിക്കും മാർക്കറ്റിൽ, വേറൊരാൾ ലോങ് ആയിരിക്കും. അപ്പോൾ 2 പേരെ ഹെഡ്ജിങ് സ്ട്രാറ്റജി ഒരിക്കലും
ഒരിക്കലും കമ്പയർ ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നുള്ള. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ യുദ്ധത്തിന് ഒരു പീസ് റെസൊല്യൂഷൻ വരാത്തത് ഇറാനിൻ്റെ വാശി കൊണ്ടോ US-ൻ്റെ വാശി കൊണ്ടോ ഇസ്രായേലിൻ്റെ വാശി കൊണ്ടോ അല്ല എന്ന് വിചാരിക്കാം. ഇറാനിലെ ഇൻറ്റേർണൽ പ്രോബ്ലം ആണെന്ന് വിശ്വസിക്കുക. അതായത് അവിടെ ഒരു എന്താ പറയുക ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇറാനിൽ ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ചോക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ US-ൻ്റെ ബ്ലോക്കേഡും കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഓയിലിൻ്റെയും ഫ്യൂവലിൻ്റെയും ഗ്യാസിൻ്റെയും വില കൂടും എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരു കൺസ്യൂമിങ് നേഷന് അത് വളരെ നെഗറ്റീവായിട്ട് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തപ്പോൾ പോലും ഇന്ത്യൻ നിഫ്റ്റി കമ്പനീസിൻ്റെ ഏർണിങ്സ് വളരെ സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. സിംഗിൾ ഡിജിറ്റ് ആയിരുന്നപ്പോൾ നമുക്കെന്തായിരുന്നു, ഓയിൽ $75 പെർ ബാരലായിരുന്നു. ഈ പറയുന്ന പോലെ 80 റുപ്പിയായിരുന്നു ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്. ഇന്ന് അതെല്ലാം മാറിക്കിടക്കുമ്പോൾ ഇനി അത് വീണ്ടും കയറുകയാണെങ്കിൽ എങ്ങനെയാണ് ഏർണിങ്സിനെ അഫക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ. അത് മാത്രമല്ല നമ്മളിപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ ശരി, സ്മോൾ ക്യാപ്പിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ശരി, വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ നിഫ്റ്റി ഒരിടത്തും പോയി കാണൂലായിരിക്കാം. ബട്ട് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് വൈസും മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് വെച്ചിട്ടും പ്രൈസ് ടു ബുക്ക് വെച്ചിട്ടും പല കമ്പനീസും ചീപ്പല്ല ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കണം. എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ നെഗറ്റീവാണെന്നല്ല, ഞാനും ലോങ് ആണ്, പോസിറ്റീവാണ്. ഞാനിതിൻ്റെ നമ്മളെപ്പോഴും ക്വാണ്ടിഫൈ ചെയ്യണം നമ്മുടെ റിസ്ക് എന്താണെന്നുള്ളത്, അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഈ നിഫ്റ്റി ലെവൽ മാത്രം വെച്ചിട്ട് അയ്യോ മാർക്കറ്റ് ഡൗണായി കിടക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് പോകരുത്. ഈ ഡൗണായിട്ട് കിടക്കുന്ന നിഫ്റ്റിയിലെ പല കമ്പനീസ് പോലും ട്രേഡ് ചെയ്യണ PE ഒന്ന് നോക്കുക, പ്രൈസ് ടു ബുക്ക് നോക്കുക, മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് നോക്കുക. ഈ പാരാമീറ്റേഴ്സ് നോക്കുമ്പോഴും കയറാത്ത നിഫ്റ്റി 50 സ്റ്റോക്സും ഇത്തിരി ഒരു എന്താ പറയുക ഒരു ഓവർ വാല്യുവേഷൻ എന്ന് പറഞ്ഞില്ലേ, റെഡ് ഹോട്ട് ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ പോലും ഓപ്റ്റിമം വാല്യുവേഷൻ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള. എന്നാൽ മിഡ് ക്യാപ്പിലേക്ക് സ്മോൾ ക്യാപ്പിലേക്ക് വരുമ്പോഴും വീണ്ടും ഒരു ഓവർ വാല്യുവേഷൻ ടെറിട്ടറിയിലേക്ക് പലതും. ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറയാമല്ലോ, TD പവർ സിസ്റ്റം, PTC ഇൻഡസ്ട്രീസ്, വെൽസ്പൺ കോർപ്പൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്താണ് നന്നായിട്ട് റിട്ടേൺ തന്നെങ്കിൽ പോലും ഇനി അതിൻ്റെ മുകളിലോട്ടുള്ള വാല്യുവേഷൻസ് ഒരു കംഫർട്ടബിൾ ഇല്ല. എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ പറയണത്. ഞാനിത് അഡ്വൈസോ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ആയിട്ട് പറയണമല്ല. ഒരു ലെവലിൽ കൂടുതൽ പോകുമ്പോൾ നമുക്ക് കംഫർട്ട് തോന്നില്ല എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു വെച്ചതിന് എൻ്റെ മുന്നോട്ട് പോകണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റിനകത്ത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുത്ത് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഇന്നലെ ഒരു പ്രോഗ്രാം അവതരിച്ചപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയുടെ മകനാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ്. അദ്ദേഹം ആ കുട്ടി എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ നിന്ന് മാറി ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള. ഞാൻ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെൻറ്റ് സർവീസിലേക്ക് ആക്സിഡൻ്റലി വരുമ്പോൾ അതിന് സെബി ഡിമാൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് എനിക്കുണ്ട്. അതായത് സെബി ഡിമാൻഡ് ചെയ്യുന്ന ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയൻ പാലിക്കേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒഫീഷ്യലായിട്ടൊരു കോഴ്സ് എടുത്തില്ല. ഞാൻ ഇതെന്തുകൊണ്ട് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ക്വറി ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. കാര്യം എൻ്റെ മകനും എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, അത് മാത്രമല്ല ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനാണ്, ഞാനും എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ചോദിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ ശരിക്കും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് എന്തെങ്കിലും കോഴ്സ് വേണമെന്നില്ല. നമ്മൾ മാർക്കറ്റിനെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ മനസ്സിലാക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തിനെ മനസ്സിലാക്കുന്ന പോലെ നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് എന്ത് കാര്യവും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് എൻ്റെ നോളജിനെ എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ലെസൺസ് എനിക്ക് തന്നത് മാർക്കറ്റിൽ എൻ്റെ ഫെയിലുവേഴ്സാണ്. ഓരോ പ്രാവശ്യം നമ്മൾ തോക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ട്രേഡ് തെറ്റുമ്പോഴും ഓരോ പ്രാവശ്യം പൈസ പോകുമ്പോഴും നമ്മൾ പഠിക്കുന്ന പാഠം വളരെ വലുതാണെന്നുള്ള. അപ്പോൾ ഓരോ ലോസും, ഓരോ ട്രേഡിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ലോസും അതൊരു ട്യൂഷൻ ഫീ അല്ലെങ്കിൽ കോഴ്സ് ഫീ ആയിട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നാണ്. മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നോ മിസ്റ്റേക്സ് മെയ്ഡ്, ഓൺലി ലെസൺസ് ലേൺഡ് എന്നാണ്. അപ്പോൾ തോൽവികളാണ് നമ്മളെ പഠിപ്പിച്ച് മുന്നോട്ട് നയിക്കണം എന്ന് പറഞ്ഞ് ഞാനും പെർഫെക്റ്റായിട്ട് ഓരോ തോൽവി വന്നതോടുകൂടി ഇനി അത് ചെയ്യില്ല എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും. ബട്ട് പലപ്പോഴുമായിട്ട് ഞാനും അത് റിപ്പീറ്റ് ചെയ്ത് പോകാറുണ്ട്. ബിക്കോസ് ഐ ആം ഓൾസോ എ വെരി സിമ്പിൾ ഹ്യൂമൻ ബീങ്, ആൻ ആവറേജ് ഹ്യൂമൻ ബീങ് എന്നുള്ള. എത്രത്തോളം നമുക്ക് തെറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് മാർക്കറ്റിലെ ഏറ്റവും വലിയ കാർഡിനൽ റൂൾ എന്താണെന്നറിയോ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരി ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് യു ആർ ഹ്യൂമൻ അല്ലേ. ബട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. തെറ്റുകളുടെ ക്വാണ്ടിറ്റി കുറച്ചാൽ തന്നെ നിങ്ങളുടെ സക്സസ് റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. പിന്നെ രണ്ടാമത് ഒരു വ്യക്തിയും കൂടെ എൻ്റെ അടുത്ത്, വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടെ ചോദിച്ചു,
നമ്മൾ മാർക്കറ്റിനെ കാണുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്സും എക്കണോമിയും മറ്റുള്ളത് കാണണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. തന്നെ വേണം. ഇതിനകത്തൊരു ഇൻഫ്ലുവൻസും ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ പാസീവ്ലി ഓർ ആക്റ്റീവ്ലി അതിനൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ബട്ട് എന്തുകൊണ്ട് ആ ഒരു തോട്ടിനെ നമ്മൾ മാറ്റി വെക്കണമെന്ന് ഞാൻ പറയണത് എന്താണെന്നറിയോ? നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റും ഇഷ്ടങ്ങളും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് വെൽത്ത് ക്രിയേഷനാണ് അല്ലേ? വെൽത്ത് ക്രിയേഷൻ, അത് ഇൻവെസ്റ്റ് ചെയ്തോ ട്രേഡ് ചെയ്തോ എന്തുകൊണ്ടോ ആവട്ടെ, നമ്മൾ അതിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഫുട്ബോൾ നമ്മൾ ജൂൺ, ഇപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമേ, ഇനി 11-ാം തീയതി ആണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്, വേൾഡ് കപ്പ് കിക്ക് ഓഫ് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീം, വ്യക്തിപരമായിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീം ഡോയ്ച്ച്ലൻഡാണ്. ഡോയ്ച്ച്ലൻഡ് എന്ന് പറയുന്നത് ജർമ്മനിയാണ് എന്നുള്ളത്. എൻ്റെ മകൻ ഹാർഡ് കോർ പോർച്ചുഗീസ് ഫാനാണ്. നമ്മൾ ഗോൾഡ്മാൻ സാക്സിൻ്റെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റിസർച്ച് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു, അതായത് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് സ്പെയിൻ ജയിക്കാനാണ് ചാൻസ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഡോയ്ച്ച്ലൻഡ്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യമാണെങ്കിലും എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ബെറ്റ് വയ്ക്കാൻ പറയുന്നു എന്ന് ഇരിക്കുക, മാർക്കറ്റിൽ ബെറ്റ് വയ്ക്കാൻ പറയുന്നെങ്കിൽ ഞാൻ ജർമ്മനിയിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം, എൻ്റെ വാശിക്കാണ് ഞാൻ പൈസ അവിടെ ഇറക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചും ഇൻപുട്ടും ഫീഡ്ബാക്കും റിസർച്ചും എല്ലാം മനസ്സിലാക്കി തരുന്നത് ജർമ്മനി ഒരു ഫേവറേറ്റേ അല്ല ജയിക്കാൻ ഇപ്രാവശ്യം പലരും പറയുന്നത് സ്പെയിൻ, അർജൻറ്റീന, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ബ്രസീൽ, ഫ്രാൻസ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കും എന്നാണ് പൊതുവേ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ബെറ്റിംഗ് എന്ന് പറയുന്ന ട്രേഡിന് ഞാൻ എൻ്റെ പൈസ അതിനകത്തോട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാശിയും എൻ്റെ ആഗ്രഹത്തിനും മുൻഗണന കൊടുക്കുന്നു, അതോ ബുദ്ധിപരമായിട്ട് ഈ ബെറ്റ് ജയിക്കാനുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ടീമായിരിക്കും വയ്ക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രേഡ്, അത് ജീവിതമായിക്കോട്ടെ, ബെറ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, മണി ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോനും ഇഷ്ടത്തിനേക്കാട്ടിലും നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങൾ പ്രൂഡൻസിയും കോമൺ സെൻസും പ്രാഗ്മാറ്റിസവും യൂസ് ചെയ്ത് ഹൂ ഈസ് ലൈക്ലി ടു വിൻ എന്നാണ്. നമ്മൾ എപ്പോഴും നമ്മൾ പറയില്ല, ഇപ്പോൾ ഞാനും നിഖിലും ഇരുന്നിട്ട് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ്, ഒരു ഫാഷൻ ഷോയിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേളിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ടി വിയിലിരുന്ന് കാണുന്ന നമ്മൾ രണ്ടുപേരും ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാനാണ് ചാൻസ്. കാര്യം നമ്മുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ നമ്മൾ ബെറ്റ് വയ്ക്കേണ്ടത് എങ്ങനെയാണ് ആ ഷോയിനിരിക്കുന്ന ജഡ്ജസ് ആരെയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ജഡ്ജസിനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. US സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഒരു ക്ലൈം ബാക്ക് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും US മാർക്കറ്റ് പോയിരിക്കുന്നു. S&P 500 പ്ലസ് 0.13%, നാസ്ഡാക്ക് പ്ലസ് 0.03%, ഡൗ ജോൺസ് 0.045% എന്നുള്ളതാണ്. അതായത് അവിടെ ട്രഷറിയിൽ ഞാൻ നോക്കുമ്പോൾ 10-year ബോണ്ട് ഈൽഡ് 4.47% ട്രേഡ് ചെയ്യണം. അപ്പോൾ ഗ്ലോബൽ ക്യൂസിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഏത് ഗ്ലോബൽ ക്യൂസിനാണ് ഒരു പ്രോബ്ലം വരുന്നത്? ഓയിൽ, നമ്മൾ ബ്രൻഡിൻ്റെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ബ്രൻഡ് ഏതാണ്ട് $96-നും $97 പെർ ബാരലും ട്രേഡ് ചെയ്യുന്നു. US WTI ക്രൂഡ് ഏതാണ്ട് $94-നും $95 പെർ ബാരലിലും ട്രേഡ് ചെയ്യണമെന്നുള്ള. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ നേരത്ത് ഏതാണ്ട് $93 പെർ ബാരലായിരുന്നു ബ്രൻഡ്. അവിടെ നിന്ന് ഉദിച്ച് $97-98 പെർ ബാരൽ, അതായത് $97 പെർ ബാരലിലേക്ക് പോകുന്നു. അതായത് ക്രൂഡ് മാർക്കറ്റ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. മേ ബി ഈ പറയുന്ന പോലെ ഇന്നലെ ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ അറ്റാക്ക് ചെയ്യും, അതിന് റിറ്റാലിയേറ്റ് ചെയ്ത് US-ൻ്റെ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതായിരിക്കാം ഒരു പക്ഷേ ഓയിൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഇന്നലെ US മാർക്കറ്റിൽ മാർവൽ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ MARVELL, ഈ മാർവൽ ടെക് ഇന്നലെ 32% ഒരു ദിവസം ആ സ്റ്റോക്ക് കയറി. അത് വേറൊന്നുമല്ല, നമ്മളറിയാലോ ടൈപ്പായിൽ ഇപ്പോൾ ജെൻസൺ ഹുവാങ് ഉണ്ട്. ജെൻസൺ ഹുവാങ് അവിടെയുള്ള സ്പീച്ചുകളിലും സംസാരങ്ങളിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ മാർവൽ ടെക് എന്ന് പറയുന്ന കമ്പനി ഭാവിയിൽ $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ന്യൂസ് കേട്ടോ, അതായത് മാർവലിൽ അത്രമാത്രം ഓപ്റ്റിമിസം ജെൻസൺ ഹുവാങ് CEO ഓഫ് NVIDIA ഉണ്ട് എന്നറിഞ്ഞപ്പോൾ സ്റ്റോക്ക് ഇന്നലെ 32% കയറി. എന്നിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാർവൽ ടെക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇന്നലത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടും $254 ബില്യൺ ആണ്. അപ്പോൾ അവിടുന്ന് $1 ട്രില്യൺ പോകണമെങ്കിൽ ഇനിയും 4 times to 5 times വരെ അല്ലെങ്കിൽ 3 times വരെ മൂവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള. ഈ മാർവൽ ടെക് എന്ന് പറയുന്ന കമ്പനി ഈ സെമി കണ്ടക്ടർ ചിപ്സ് ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. അതായത് NVIDIAയുടെ കോമ്പറ്റീറ്റർ
ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ഈ പറയുന്ന പോലെ AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഹൈവേസും ബ്രിഡ്ജസും, അതായത് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഹൈവേസ് ആൻഡ് ബ്രിഡ്ജസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ജെൻസൺ ഹുവാങ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് NVIDIAക്ക് ഏതാണ്ട് $2 ബില്യൺ ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ള. പിന്നെ ആൽഫബെറ്റ് ഇന്നലെ 3.5%, അതായത് 3.8% ടു ബി പ്രിസൈസ് ഡൗൺ ആയിരുന്നു ആൽഫബെറ്റ് എന്നുള്ള. കാരണം എന്ന് വെച്ചാൽ അവരൊരു ഫണ്ട് റേസിംഗ് പറഞ്ഞു. ഏതാണ്ട് $80 ബില്യൺ ഫണ്ട് റേസിംഗ് ആണ് അവർ പറഞ്ഞത്. എന്തിനാ? അവരുടെ ആ ക്യാഷ് റേസ് ചെയ്തിട്ട് ഈ AI ഇൻവെസ്റ്റ്മെൻറ്റിന് എടുത്ത കടമൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് $80 ബില്യൺ ക്യാഷ് അവർ റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നലെ മാർക്കറ്റ് അതിനെ നെഗറ്റീവായിട്ട് എടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിലേ വലിയൊരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ് ആൽഫബെറ്റ്. അതായത് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ക്യാഷ് ഫ്ലോ, ഫ്രീ ക്യാഷ് ഫ്ലോ, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും എക്സ്പാൻഷനും കഴിഞ്ഞ് ക്യാഷ് ഫ്ലോ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ അഡീഷണലായിട്ട് $80 ബില്യൺ റേസ് ചെയ്തതെന്നുള്ളത് മാർക്കറ്റ് സുഖകരമായിട്ട് എടുത്തില്ലാത്ത കാരണം സ്റ്റോക്ക് ഏതാണ്ട് 3.8% ഡൗൺ ആയിരുന്നു എന്നുള്ള. ജസ്റ്റ് ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുക, ആൽഫബെറ്റിൻ്റെ ഒരു കൊല്ലത്തെ ആനുവൽ പ്രോഫിറ്റ് എത്രയെന്നറിയോ? $160 ബില്യൺ. ഈ $160 ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനിയുടെയും ചേർത്ത് വച്ചിട്ടുള്ള ആനുവൽ പ്രോഫിറ്റിൻ്റെ അത്രയുണ്ട് ആൽഫബെറ്റിൻ്റെ ഒരു കൊല്ലത്തെ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് $160 ബില്യൺ ഉള്ള. അത് കൂടാതെ തന്നെ ലാസ്റ്റ് ക്വാർട്ടറിൽ മാത്രം അവർ $62 ബില്യൺ അവരുടെ പ്രോഫിറ്റ്. ഒന്ന് പ്രോഫിറ്റിൻ്റെ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $4.5 ട്രില്യൺ. $4.5 ട്രില്യൺ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമെന്നറിയോ? ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസിനും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ ആ കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ് എത്രയാണോ അതിന് ഈക്വലൻ്റ് ആണ് ആൽഫബെറ്റിൻ്റെ മാത്രം. NVIDIA അതിനേക്കാളും മുകളിലാണെന്നുള്ളത്. ആ സൈസുള്ള ആണ് ഗൂഗിൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആൽഫബെറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എന്താണെന്നും ഇന്ത്യ എവിടെ നിൽക്കുന്നു, US കമ്പനികൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇന്നലെ വിപ്രോ ADR US മാർക്കറ്റിൽ -8% ആയിരുന്നു. ഇൻഫോസിസ് ADR -2.6% ആയിരുന്നു എന്നുള്ള. ഒന്ന് മനസ്സിലാക്കണം, ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനെ ലീഡ് ചെയ്തത് ഇന്ത്യൻ IT ആണെങ്കിൽ ഓവർനൈറ്റിൽ US മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനികളുടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ഡൗൺ ആയിരുന്നു. അത് കാരണം തന്നെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിൽ വീണ്ടും ഇന്നത്തെ ടോപ്പ് 5 ലൂസേഴ്സിൽ IT സ്റ്റോക്സ് ആണ് എന്നുള്ളത്. ടാറ്റ കൺസൾട്ടൻസീസ് ലീഡ് ചെയ്യുന്നത് -6%. അത് കഴിഞ്ഞ് ടെക് മഹീന്ദ്ര -4, ഇൻഫോസിസ് -3, HCL ടെക് -3 എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ള. പിന്നെ സ്പേസ് എക്സിൻ്റെ IPO അടുത്ത ആഴ്ച വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണമെന്നുള്ള. സ്പേസ് എക്സ് IPOൻ്റെ വാല്യുവേഷൻ എത്രയെന്നറിയോ? അതായത് അവർ റേസ് ചെയ്യാൻ പോകുന്നത് $75 ബില്യൺ ആണ് അവർ റേസ് ചെയ്യാൻ പോകുന്നത്. എത്ര? ഒരു ഷെയറിന് $135 വച്ചിട്ട് $75 ബില്യൺ ഇൻ ടോട്ടോ അവർ റേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ജൂൺ 12 2026 നാസ്ഡാക്കിലാണ് അവർ ലിസ്റ്റ് ചെയ്യണത്. അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിലയ്ക്കാണ് അവർ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്ര വരുന്നറിയോ? $1.75 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്ക് അവർ വരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബട്ട് ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ സ്പേസ് എക്സിൻ്റെ IPOനെ വെറുതെ അങ്ങ് നമ്മൾ എഴുതി കളയണ്ട. ഈ $75 ബില്യൺ അവർ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട്, ഇറ്റ് ഈസ് എ ബിഗ് എമൗണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ $75 ബില്യൺ IPO വഴി സ്പേസ് എക്സ് വലിച്ചെടുക്കാൻ നോക്കുകയാണ്. അത്രയ്ക്ക് മാത്രം ലിക്വിഡിറ്റി US മാർക്കറ്റിലും എക്കണോമിയിൽ നിന്നും അവർ വലിച്ചെടുക്കും എന്നുള്ളത് വളരെ പ്രത്യേകതയായിട്ടല്ല. അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കി വയ്ക്കണം എന്നുള്ള. കാരണം ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ട് ഇത് പറയണമെന്നറിയോ? ഈ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സുഖകരമായിട്ടുള്ള കാര്യമില്ല. മേ ബി അതിന് യാതൊരു പ്രശ്നമില്ലാതെ US അത് നടന്നു പോകുമായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ഇക്വലൻ്റായിട്ട് ഇന്ത്യയിൽ ഒരു ഇൻസിഡൻറ്റ് പറയാം. നമുക്കറിയാമല്ലോ, ലാസ്റ്റ് കുറച്ച് കൊല്ലങ്ങളായിട്ട് FISും FPIസും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ സെല്ലേഴ്സാണ്. ഓക്കെ, ആ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ല് ചെയ്ത് അവരുടെ ഹോൾഡിംഗ് ഇൻ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ, അവരുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഇൻ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ ഏതാണ്ട് 14-year ലോ. അതായത് FIs എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 16.13%. ദാറ്റ് ഈസ് 14-year ലോ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പുറത്തെ വശത്താണെങ്കിലോ, ഇപ്പുറത്തെ വശത്ത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓണർഷിപ്പ് ഓൾ ടൈം ഹൈ ആണ്, 11.46% മാറിയിരിക്കുന്നു എന്നുള്ള. ഈ അടുത്ത കാലത്ത് ഒരു ഫോറിൻ ബ്രോക്കറേജ് റിപ്പോർട്ട്, എസ്പെഷ്യലി ജെഫ്രീസ് ക്യാപിറ്റൽ മാർക്കറ്റ് റിസർച്ചിലെ മിസ്റ്റർ മഹേഷ് നന്ദുർക്കർ അദ്ദേഹം പറഞ്ഞ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചതെന്ന് വെച്ചാൽ 2 കൊല്ലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ FIs, അതായത് 2024 സെപ്റ്റംബർ ഒക്ടോബർ മുതലാണല്ലോ വലിയൊരു സെല്ലിംഗ് അവർ തുടങ്ങുന്നത്. ഈ 2 കൊല്ലം ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് FIs സെല്ല് ചെയ്ത് $78 ബില്യൺ, $78 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് ഏതാണ്ട് 7.4 lakh crore.
നിയർലി 7.5 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവണമെന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇയർ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സെല്ലിംഗ് FIS നടത്തി എന്നുള്ളത് ഒരു വശത്ത്. ഇതേ സമയത്ത് നമ്മൾ പല IPOകളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. ഞാൻ ഈ സ്പേസ് എക്സ് $75 ബില്യൺ ലിക്വിഡിറ്റി സക്ക് ചെയ്തെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിന് ഇക്വലൻ്റായിട്ട് ഞാൻ പറയുകയാണ്. അതായത് FIS സെല്ല് ചെയ്ത ഒരു വശത്ത് ഇപ്പുറത്ത് IPO വഴി വന്നത്. IPO എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വരും. അതായത് മെയിൻ ബോർഡ് IPO വരും, SME സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് രീതിയിലും വരും. എല്ലാതും കൂടെ IPOs ഈ അതേ സമയത്ത് റൈസ് ചെയ്തത് $40 to $42 ബില്യൺ ആണ്. ഓക്കെ, അതായത് $75 ബില്യൺ FIS സെല്ല് ചെയ്ത് പുറത്തോട്ട് പോയി. അത് കംപ്ലീറ്റ് ബൈ ചെയ്താരാ? മ്യൂച്വൽ ഫണ്ട്സ് അല്ലേ. ഇപ്പുറത്തെ വശത്ത് IPO മെയിൻ ബോർഡും SMEയും കൂടെ ചേർന്ന് ഏതാണ്ട് IPO വഴി റേസ് ചെയ്തത് $40 to $42 ബില്യൺ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. $40 to $42 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുമ്പോൾ 4 ലക്ഷം കോടി എന്ന് വിശ്വസിക്കുക. ഈ 4 ലക്ഷം കോടി IPO വഴി അവർ റേസ് ചെയ്തു. അതിൽ ഈ 4 ലക്ഷം കോടിയുടെ 65% ഈ IPO ചെയ്ത കമ്പനികളുണ്ടല്ലോ, 4 ലക്ഷം കോടി റേസ് ചെയ്തല്ലോ, അതിൽ 65% ഓഫർ ഫോർ സെയിലാണ്. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് വിറ്റതാണ്. അത് പ്രൊമോട്ടേഴ്സ് ആവാം, ഫൗണ്ടേഴ്സ് ആവാം, ലാർജ് ഇൻവെസ്റ്റേഴ്സ് ആവാം, FIs ആവാം, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആവാം. അവർ സെല്ല് ചെയ്ത് പോയതാണ് 65%. ഈ 4 ലക്ഷത്തിൻ്റെ അതെത്രയാണ്? ഏതാണ്ട് 2.6 lakh crore അഥവാ $27 ബില്യൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ള. അപ്പോൾ അത്രയും പോയിരിക്കുന്നത് പ്രൈവറ്റ് ഹാൻഡുകളിലേക്കാണ്. എന്നാൽ 35% ഓഫ് IPO പ്രൊസീഡ്സ് മാത്രമേ കമ്പനിയുടെ ന്യൂ ഫണ്ട്, അതായത് പുതിയ ഫ്രഷ് ഫണ്ട്സായിട്ട്, ഫ്രഷ് ക്യാപിറ്റലായിട്ട് കമ്പനികളിലേക്ക് വന്നിട്ടുള്ളൂ എന്നാണ്. അതായത് 4 ലക്ഷം കോടി റേസ് ചെയ്ത 65% എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സിനും മാത്രം പോയപ്പോൾ ഏതാണ്ട് 35% 1.4 lakh crore അഥവാ $14.7 ബില്യൺ മാത്രമേ കമ്പനികളിലേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് IPO വഴി ഒരു 100 രൂപ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 65 പോയിരിക്കുന്നത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. അതായത് അവർക്ക് എക്സിറ്റ് കൊടുക്കാനാണ് എന്നുള്ളതാണ്. ബാക്കി 35 രൂപ മാത്രമേ സ്റ്റോക്കുകളിലേക്കോ ബിസിനസ്സുകളിലേക്കോ വന്നിട്ടുള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് ഈ 2 ഫിഗറും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. അതായത് ലാസ്റ്റ് 2 കൊല്ലം FISന് എക്സിറ്റ് ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ട് കൊടുത്ത് FIS സെല്ല് ചെയ്ത് പോയത് എത്രയാണ്? ഏതാണ്ട് 7.4 lakh crore. ഓക്കെ, അത് കൂടാതെ IPO വഴി വന്ന 4 ലക്ഷം കോടി ഫണ്ടിൽ പ്രൊമോട്ടേഴ്സ് മാത്രം എക്സിറ്റ് ക്യാപിറ്റൽ എടുത്തുകൊണ്ട് പോയത് എന്താണ്? ഈ 4 ലക്ഷം കോടിയുടെ 65% 2.6 lakh crore. അതായത് 7.4 lakh crore FII എക്സിറ്റും 2.6 lakhs വീണ്ടും FISും പ്രൊമോട്ടേഴ്സും എല്ലാം കൂടെ എക്സിറ്റ് ചെയ്ത് ഇവർക്കെല്ലാവർക്കും കൂടെ ഇന്ത്യൻ മാർക്കറ്റ് ലാസ്റ്റ് 2 കൊല്ലമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സിപ്പ് ചെയ്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന എക്സിറ്റ് ക്യാപിറ്റൽ ഏതാണ്ട് 10 ലക്ഷം കോടിയാണ്. ഈ 10 ലക്ഷം കോടിയും സിസ്റ്റത്തിലില്ല. ഈ 10 ലക്ഷം കോടിയിൽ നല്ലൊരു വിഭാഗം 7.4 lakh crore FIS പുറത്തോട്ട് കൊണ്ടുപോയതും ബാക്കി 2.6 lakh crore ഇവിടെയുള്ള IPOകളിലെ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടേഴ്സ്, ഏർലി ഫൗണ്ടേഴ്സ്, ഏർലി ഇൻവെസ്റ്റേഴ്സ്, അതിൽ FISും DISും എല്ലാം കൂടി കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് ക്യാപിറ്റൽ ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം കോടി എന്നുള്ള. ഈ 10 ലക്ഷം കോടി എക്സിറ്റ് ക്യാപിറ്റൽ ആരാണ് പ്രൊവൈഡ് ചെയ്തത്? നമ്മളെപ്പോലത്തെ സാധാരണ റീറ്റെയിൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ഹൂ ഇൻവെസ്റ്റഡ് അറൌണ്ട് 30,000 to 35,000 പെർ മന്ത് ഇൻ മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. എന്താണ് മ്യൂച്വൽ ഫണ്ട് ഇത്രയും പൈസ ഉപയോഗിച്ച് ഈ മേടിച്ച് എക്സിറ്റ് ക്യാപിറ്റൽ കൊടുക്കുന്നത്? ഒന്ന് എന്ന് പറയുന്നത് അവർ സാധാരണ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയിൽ ക്യാഷ് അധികം വയ്ക്കാറില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് അവർ എപ്പോഴും പുതിയ കിട്ടുന്ന ഓരോ മാസം ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഒരു 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിച്ചു, ആ മാർക്കറ്റ് ഡൗൺ ആയത് കാരണം 100 എന്നുള്ളത് 90 വന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? 90 വരുമ്പോഴും ഈ സിപ്പിൽ മാസം കിട്ടുന്ന കാശ് ഉപയോഗിച്ച് 90 മേടിക്കും. അപ്പോൾ 100 നിന്നും 90 ആവറേജ് ചെയ്ത പ്രൈസ് ആയിരിക്കും നമ്മൾ ഇവരുടെ ഫാക്ട് ഷീറ്റോ റിപ്പോർട്ട് വരുമ്പോൾ കാണുന്നത്. മനസ്സിലായോ? 100 എന്ന് കാണുകയാണെങ്കിൽ അയ്യോ നമുക്ക് നല്ല ലോസ് വന്നു തോന്നും. കൂടുതൽ മേടിച്ച് ആവറേജ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും. അങ്ങനെ പ്രൈസ് ആവറേജ് ചെയ്യിക്കുന്ന ഒരു പരിപാടി മ്യൂച്വൽ ഫണ്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാര്യം എന്താ? അവരെ സംബന്ധിച്ച് മന്ത്ലി, ക്വാർട്ടർലി, വീക്ക്ലി ഒക്കെ അവർ ഫാക്ട് ഷീറ്റും റിപ്പോർട്ടും ഒക്കെ അയക്കുമ്പോൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ മ്യൂച്വൽ ഫണ്ടിൽ. അപ്പം നമ്മുടെ ആ പറയുന്ന പോലെ ആ NAV നെറ്റ് അസറ്റ് വാല്യൂ നമ്മൾ നോക്കുമ്പോൾ വലിയ അണ്ടർ പെർഫോമൻസ് ഇല്ല. കാര്യം അണ്ടർ പെർഫോമൻസ് എന്തുകൊണ്ട് വരുന്നില്ല? ബിക്കോസ് ദേ ആർ ബൈയിങ് സെയിം സ്റ്റോക്സ് വിത്ത് ഫ്രഷ് മണി ആൻഡ് ആവറേജിങ് ഇറ്റ് ഡൗൺവേർഡ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. പിന്നെ മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് ഈ
പൈസയൊക്കെ ഉപയോഗിച്ച് സ്റ്റോക്കുകൾ മേടിക്കാൻ നേരത്തെ ഒരു ബ്രോക്കിംഗ് ആ വഴിയായിരിക്കുമല്ലോ എക്സിക്യൂട്ട് ചെയ്യണേ, അതിനൊരു ബ്രോക്കിംഗ് കമ്മീഷൻ കിട്ടുമല്ലോ, അതും ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നുണ്ടോ, ഫണ്ട് ഹൗസസിന് AMCസിന് കിട്ടണമെന്നോ എന്നറിയില്ല. അപ്പോൾ പല കാരണങ്ങളും കൊണ്ടും ഇവർ സെല്ല് ചെയ്ത് ഇവർ ശരിക്കും പറഞ്ഞാൽ FISനെയും ഈ പറയുന്ന പോലെ IPO മണിയൊക്കെ എക്സിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സിൻ്റെ മണി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എത്രയാണ്, 10 ലക്ഷം കോടി എന്നാണ് കണക്ക് പോലും പറയുന്നതെന്നുള്ള. ഞാൻ എന്തുകൊണ്ട് ഇത് ഇപ്പോൾ എടുത്ത് പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഇങ്ങനെ സപ്ലൈ വന്നുകൊണ്ടിരുന്നാൽ, അതായത് IPO വഴിയാണെങ്കിലും ശരി FISൻ്റെ എക്സിറ്റിങ്ങിനും സപ്ലൈ വന്നുകൊണ്ടിരുന്നാൽ ഈ ഉള്ള പൈസ വെച്ച് അത് മേടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് ആ പൈസയാണെങ്കിലോ നെറ്റ് എഫക്റ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലല്ല കിടക്കുന്നത്, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് പോകുന്നു, FISൻ്റെ കയ്യിലേക്ക് പോകുന്നു, ഇവർക്ക് എക്സിറ്റ് ക്യാപിറ്റൽ കിടന്നു. മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പൈസ ഉപയോഗമില്ലാതെ പോയി. 10 ലക്ഷം കോടി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇൻഡെക്സ് ലെവലിൽ അധികം മൂവ്മെൻ്റ് ഇല്ലാതെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനിയും വരും കൊല്ലങ്ങളിലും ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള. കാരണം 2 കാര്യങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള. അതായത് റിലയൻസ് ജിയോൻ്റെ IPO വരുന്നു, NSEയുടെ IPOയും വരുന്നു. ഇനി വരാൻ പോണ മാസങ്ങളിൽ നമുക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറഞ്ഞാൽ റിലയൻസ് ജിയോ IPO വാല്യൂ ചെയ്തിരിക്കുന്നത് $130 to $180 ബില്യൺ. അതുമാത്രമല്ല NSE IPO $58 ബില്യൺ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് റിലയൻസ് ജിയോയ്ക്കകത്തുള്ള മെയിൻ ഇൻവെസ്റ്റേഴ്സ് ഞാൻ നോക്കി. മെയിൻ ഇൻവെസ്റ്റേഴ്സ് നോക്കിയപ്പോഴാണ് എനിക്കൊരു ഞെട്ടൽ വന്നത്. കാര്യം കൂടുതലും FIS ആണ്. അതായത് മെറ്റ, ഗൂഗിൾ, KKR, വിസ്റ്റ ഇക്വിറ്റി, അബുദാബി സോവറിൻ ഫണ്ട്, സൗദി അറേബ്യൻ സോവറിൻ ഫണ്ട്, സിംഗപ്പൂർ സോവറിൻ ഫണ്ട്. ഇത് ഞാൻ പറയുന്നത് റിലയൻസ് ജിയോ IPO വരികയാണെങ്കിൽ ഇവരാണ് മെജോറിറ്റി നല്ല രീതിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഞാൻ NSE IPO ഞാൻ നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള 40% മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വരുന്നത് ടെമാസെക് എന്ന് പറയുന്ന ആ ഒരു ഫണ്ടിൻ്റെ, ഫോറിൻ ഫണ്ടിൻ്റെ അരാൻഡ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനി, കനേഡിയൻ പെൻഷൻ ഫണ്ട്, പിന്നെ പല ഫണ്ടുകളും മൊറീഷ്യസും സിംഗപ്പൂരും വഴി റൂട്ട് ചെയ്ത കുറേ FIs ഒക്കെ ഏതാണ്ട് 40% ഹോൾഡ് ചെയ്യണം. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നറിയോ, FII ഹോൾഡിംഗ് ഇൻ റിലയൻസ് ജിയോ IPO ആൻഡ് NSE IPO കുഡ് ബി അറൗണ്ട് 78 to 80 ബില്യൺ. 70 to 80 ബില്യൺ എന്ന് ഞാൻ പറയേണ്ട കാര്യം എന്നറിയോ, FISൻ്റെ ഹോൾഡിംഗ് ആണ്. അതായത് IPO വരുമ്പോൾ ഇതിൽ പല ആൾക്കാരും വിറ്റൊഴിയുമല്ലോ. കാര്യം ഈ വരുന്ന 2 IPO ഓഫർ ഫോർ സെയിലാണ്, കമ്പനിയിലേക്ക് റേസ് ചെയ്യണ പൈസ അല്ല. മനസ്സിലായില്ലേ? അതായത് അതിൻ്റെ പ്രൊമോട്ടേഴ്സിനും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും ഫൗണ്ടേഴ്സിനും FISനും കിട്ടുന്ന പൈസയാണ് ഇതിൻ്റെ IPO വഴി വരുന്നത്. അപ്പോൾ 78 തൊട്ട് 80 ബില്യൺ ഈ 2 IPOയിലും ഹോൾഡ് ചെയ്യുന്നത് FIS ആണെങ്കിൽ അവർക്ക് ഇനി വരാൻ പോണ മാസങ്ങളിലും കൊല്ലങ്ങളിലും അവരുടെ ആ ഒരു എന്താ പറയുക ഒരു എക്സിറ്റ് ക്രൈറ്റീരിയനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 കൊല്ലം ഇവരെ കൊണ്ട് ഇവർ നല്ല, അതായത് ഈ FIS ഒക്കെ ഉണ്ടല്ലോ ഈ IPOയിൽ നല്ല കാശുണ്ടാക്കും. കാര്യം ഇവർ കുറേ കൊല്ലമായിട്ട് ഈ IPOയിൽ NSEയിലും ജിയോയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കണം. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് റിട്ടേൺ കിട്ടി. അപ്പോൾ IPO വരാൻ നേരത്ത് അവർ എക്സിറ്റ് അടിക്കും. എക്സിറ്റ് അടിക്കാൻ നേരത്ത് അറൗണ്ട് 78 to 80 ബില്യൺ ഈസ് അറ്റ് സ്റ്റേക്ക്. അതും ആരാണ് അബ്സോർബ് ചെയ്യാൻ പോണത്? മ്യൂച്വൽ ഫണ്ടിൻ്റെ മണി ആയിരിക്കും അതിൻ്റെ എക്സിറ്റ് ക്യാപിറ്റൽ. അപ്പോൾ വീണ്ടും 78 തൊട്ട് 80 ബില്യൺ പൈസ ഇനി മ്യൂച്വൽ ഫണ്ട് വഴി കളക്ട് ചെയ്യുന്നതും സിപ്പ് വഴി കളക്ട് ചെയ്യുന്നതും വീണ്ടും IPOയിൽ ഓഫർ ഫോർ സെയിലിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഈ ഞാൻ SpaceX IPOയിൽ ഇത്രയും ലിക്വിഡിറ്റി വലിച്ചെടുക്കും എന്നുള്ളൊരു ന്യൂസ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ത്യയിൽ ഇനി 2 എന്താ പറയുക ബ്ലോക്ക് ബസ്റ്റർ IPO വരുമ്പോൾ എത്രത്തോളം വലിച്ചെടുക്കുന്നുള്ള. ഈ വലിച്ചെടുത്തതിൻ്റെ അനുഭവം 10 ലക്ഷം കോടി എന്താ സംഭവിച്ചതെന്നുള്ളത് ലാസ്റ്റ് 2 കൊല്ലം സ്റ്റഡിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ NSEയും ഈ പറയുന്ന പോലെ റിലയൻസ് ജിയോയും IPO വന്നു കഴിഞ്ഞാൽ വീണ്ടും ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ, ഞാനിതൊക്കെ പറയുന്നത് ഒരു സ്ട്രേ ചാൻസസ് ആണ്, ഇതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ച് ആലോചിച്ച് മുന്നോട്ട് പോയാൽ മതി, ഏതാണ്ട് ഈ പറയുന്ന പോലെ അവർ സക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണേ എന്നുള്ള. അപ്പോൾ ഇത് ഒരു രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ ഇപ്പോൾ IPO വരണ്ടാന്നും എക്സിറ്റ് കൊടുക്കേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സായി അതിൻ്റെ ചർച്ചകളായി അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനും എക്കണോമിക്കും ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്കും നെഗറ്റീവായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വെച്ച് വേണം മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ. ഒരു ചെറിയ കാര്യം കൂടെ എനിക്കൊന്ന് പറഞ്ഞു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്നലെ ഇറാൻ US അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഫയറിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ വന്ന ഒരു ന്യൂസ് ഉണ്ട്. അതായത് US ഗവൺമെൻറ് ഇന്നലെ ഇറാനിലെ ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയ നോബിടെക്സിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോബിടെക്സിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് അത് കൂടാതെ തന്നെ 3 ചെറിയ സ്മോളർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് വോളക്സ്, ബിറ്റ്പിൻ, റാംസിനെക്സ് എന്ന് പറയുന്ന ചെറിയ പ്ലാറ്റ്ഫോംസിനെയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള. അതായത് US ഇൻവെസ്റ്റിഗേഷൻ പറയണത് എന്താ, ഈ എക്സ്ചേഞ്ച് വഴിയാണ് ഇറാൻ പൈസ
പുറത്തോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് വെസ്റ്റേൺ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോ വഴി പൈസ പുറത്തോട്ട് കൊണ്ടുവന്നു. ഒരിടയ്ക്ക് നമ്മൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ ടോൾ വയ്ക്കുകയാണെങ്കിൽ ചൈനീസ് യുവാനിലും കൊടുക്കാം, ക്രിപ്റ്റോയിലും കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായെന്നുള്ളത്. ബട്ട് നോബിടെക്സ് എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ച് കൂടുതലും ഇങ്ങനത്തെ അൺലോഫുൾ കാര്യങ്ങൾക്കാണ് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് US ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത്. ഞാൻ ഇന്നലെയും ഒന്ന് പറഞ്ഞു വച്ചിരുന്നു, അതായത് ഇറാൻ, നമ്മൾ ഇത്രയും നാളും ട്രംപും ട്രംപിൻ്റെ ബന്ധുക്കളും ട്രംപിൻ്റെ ഈ പറയുന്ന പോലെ ആ ഒരു മാഫിയയും എങ്ങനെയാണോ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഓയിൽ മാർക്കറ്റിനെയും കറൻസി മാർക്കറ്റിനെയും ഈ യുദ്ധത്തിൻ്റെ ന്യൂസ് വഴി യൂസ് ചെയ്യുന്നത്, ഈവൻ പ്രഡിക്ഷൻ മാർക്കറ്റിനെയും, അതേപോലെ തന്നെ ഇറാൻ്റെ സൈഡിലും കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ല എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന പോലെ നോബിടെക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് പറഞ്ഞല്ലോ, ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, അതായത് അവിടുത്തെ ഒരു പവർഫുൾ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റി ഉണ്ട് ഇറാനിലെ. ആരാന്നറിയോ? ബ്രദേഴ്സ് അൽ ഖറാസി ആൻഡ് മുഹമ്മദ് ഖറാസി. ഇവർ രണ്ടുപേരുമാണ് അത് ഓൺ ചെയ്യണമെന്നുള്ള. ഇതൊരു പാരലൽ സിസ്റ്റമായിട്ട് അവിടുന്ന് ലൂട്ട് ചെയ്യണ പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ മണി റൗട്ട് ചെയ്യാനായിട്ടാണ് ഈ എക്സ്ചേഞ്ച് യൂസ് ചെയ്യണമെന്നുള്ളത് എൻ്റെ കയ്യിൽ കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്ത ഡേറ്റ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് US അതിന് വേണ്ടി ഈ സാങ്ഷൻസ് വെച്ചിരിക്കണമെന്നുള്ള. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാനിലേക്ക് ഈ പറയുന്ന പോലെ പവർഫുൾ ആയിട്ടുള്ള ഫാമിലിയിലെ ആൾക്കാരും മക്കളും ഒക്കെ, അവരൊക്കെ സാധാരണ പറയുന്നത് അഗാസേദ്സിൻ്റെ ഈ പറയുന്ന പോലെ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവരുടെയൊക്കെ മക്കളൊക്കെ ഈ ലണ്ടനിലും ലാസ് വേഗാസിലും ഒക്കെ ഫെറാറിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന വീഡിയോസൊക്കെ പലയിടത്തും ഇമർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള. ഇപ്പം നമുക്കറിയാലോ, ഇറാനിലെ തന്നെ ഹൊസൈൻ ഷംഖാനി $multi-billion ഓയിൽ കമ്പനിയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന് 2 ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പ് കമ്പനീസ് ഉണ്ട്, അഡ്മിറൽ ഗ്രൂപ്പും മിലാവോസ് ഗ്രൂപ്പും. ഇത് വലിയ ഒരു ഓയിൽ ടാങ്കർ ഫ്ലീറ്റ്, അതും ഷാഡോ ഫ്ലീറ്റ് യൂസ് ചെയ്ത് ഇല്ലിസിറ്റ് ആൻഡ് ഇല്ലീഗൽ ഓയിൽ ട്രേഡ് നടത്തുന്നതിന് വളരെ ഫേമസ് ആണ്. ഈ യുദ്ധം നടന്നപ്പോഴുള്ള ഫ്ലക്ച്വേഷൻ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അങ്ങനത്തെ എത്രയ്ക്കോ, ഇതിപ്പോൾ നമ്മൾ പറയുന്നില്ലേ, മൊജ്തബ കമേനി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ, നേരത്തെ സുപ്രീം ലീഡറിൻ്റെ മകൻ, ഇപ്പോഴത്തെ സുപ്രീം ലീഡറാണെന്ന് പറയുന്നു. ഒരു വാസ്റ്റ് റിയൽ എസ്റ്റേറ്റ് നെറ്റ്വർക്ക് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് എവിടെയൊക്കെ ഉണ്ടെന്നറിയോ? പ്രൈം ലൊക്കേഷൻ വാല്യൂഡ് അറ്റ് $138 million, ഫ്രാങ്ക്ഫർട്ട് ജർമ്മനി, മയോർക്ക സ്പെയിനിലൊക്കെ. ഇതൊന്നും കൂടാതെ ഉണ്ടല്ലോ, ഇവർക്ക് അപ്സ്കെയിൽ ഹോട്ടലും റിസോർട്ട്സും വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതൊന്നും കൂടാതെ സീനിയർ പൊളിറ്റിക്കൽ അഡ്വൈസർ അൽ ഷംഖാനി, അദ്ദേഹത്തിൻ്റെ മക്കൾ ഹൊസൈൻ ഷംഖാനി, അബോൽ ഫസൽ ഷംഖാനി, ഏതാണ്ട് 29 million ലക്ഷറി റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറാനിലെ ഹൈ പ്രൊഫൈൽ ഫോറിൻ മിനിസ്റ്റർ മുഹമ്മദ് ജാവേദ് സാരിഫ്, അദ്ദേഹത്തിൻ്റെ മകൻ മഹദി സാരിഫ്, ലക്ഷൂറിയസ് ലൈഫ് ഇൻ US, സ്റ്റേ ഇൻ എ $68 million അപ്പാർട്ട്മെൻറ്റ് ഇൻ മാൻഹട്ടൻ. ഇതൊക്കെ പുറത്തു വന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ പുറത്തു വന്ന ഇറാനിയൻ പാർലമെൻറ്റ് സ്പീക്കർ, ഫോർമർ IRGC കമാൻഡറായത് മുഹമ്മദ് ഗാലിബാഫ്, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൻ ശരിക്കും ഇറാനിൽ മിലിറ്ററി സർവീസസ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. അതിന് പകരം അതിന് എസ്കേപ്പായിട്ട് നേരെ സ്വിറ്റ്സർലൻഡിലും സൂറിക്കിലും മിലാനിലും ഒക്കെ കറങ്ങി നടക്കാനായിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറാനിലെ അവിടുത്തെ റെസിഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തതായിട്ടുള്ള ന്യൂസുകൾ അവിടെ ഉണ്ട് എന്നുള്ള. ഇവരുടെയൊക്കെ ബേസിക് ഗെയിം പ്ലാൻ എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇറാനിലെ മിലിറ്ററി, പൊളിറ്റിക്കൽ, റിലീജിയസ് ലീഡേഴ്സിൻ്റെ പേരിലൊന്നുമല്ല നടത്തുന്നത്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ഒലിഗാർട്സിനെ കൊണ്ടുവരും. ഒലിഗാർട്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇവിടുത്തെ ബിനാമി പറഞ്ഞ പോലെ ബിനാമി പേരിൽ ബിസിനസ്സുകൾ തുടങ്ങും. ആ ബിസിനസ്സിൻ്റെ ഹോൾഡിംഗ് കമ്പനി ദുബായിലാക്കും. ആ ദുബായിൽ നിന്ന് ചിലപ്പോൾ ഈ ദുബായിലുള്ള കമ്പനിയെ ഹോൾഡ് ചെയ്യണ സ്വിറ്റ്സർലൻഡ് കമ്പനി ആയിരിക്കും. ആ സ്വിറ്റ്സർലൻഡ് ഹോൾഡ് ചെയ്യണ കമ്പനിയെ കരീബിയൻ ഐലൻഡ്സ് ആയിരിക്കും, ടാക്സ് ഹെവൻസ് ആയിരിക്കും. അതായത് എന്നിട്ട് പല ഇറാനിയൻ ആൾക്കാരും, ഈ പറയുന്ന പോലെ പവർഫുൾ ബിസിനസ്മാനും അവരുടെ മക്കളും ഒക്കെ കരീബിയൻ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തെന്നറിയോ? കരീബിയയിലാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, ടാക്സ് ഹെവനിലാണ് ഈ പറയുന്ന പോലെ മദർ കമ്പനി ഉണ്ടാക്കി അവിടുന്ന് സ്വിറ്റ്സർലൻഡിൽ ഹോൾഡ് ചെയ്യുന്നു, സ്വിറ്റ്സർലൻഡിൽ നിന്ന് മൗറീഷ്യസിൽ ഹോൾഡ് ചെയ്യുന്നു, അവിടുന്ന് നേരെ ദുബായിൽ ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്ത് പോണത് എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള പല രീതിയിലുള്ള പരിപാടികളും അവിടെ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ വാർ ഫ്രണ്ടിൽ നിന്നും ഭയങ്കര വലിയ വർത്തമാനം പറയുന്നവരുടെയൊക്കെ മക്കളൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ MITയും ഹാർവാർഡും ഓക്സ്ഫോർഡ് ആണ് എന്നൊക്കെയുള്ള. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? നമ്മൾ ആരുടെയും സൈഡ് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് ക്യാപിറ്റലിസത്തിൽ വലിയ കളിയാണ്. ഇതെല്ലാം ലോകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ പൊളിറ്റീഷ്യൻസിൻ്റെയും ഇല്ലിസിറ്റ് മണി ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് പല എക്സോട്ടിക് പ്രോഡക്ട്സും ലോകത്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സും കൊണ്ടുവരുന്നത്. ഇതിൽ നമ്മൾ ആരുടെയും സൈഡിൽ നിന്ന് നമ്മുടെ ഇമോഷൻ ഉപയോഗിച്ച് നമ്മുടെ മനസ്സ് കേടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ
നമ്മൾ പറയല്ലോ, നമ്മൾ ഇതിനൊക്കെ ദേഷ്യം കൊണ്ട് ഇമോഷണലായിട്ട് നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ നമ്മൾ ലോസിലേക്കാണ് വരുന്നത്. കാര്യം എന്താ, ആങ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ച് വരും, നമ്മുടെ ഡിസിഷൻസ് തെറ്റും. ആങ്കർ ഇസ് പണിഷിങ് യുവർ സെൽഫ് ഫോർ സം വൺ എൽസസ് മിസ്റ്റേക്ക്. ഇവരാരും സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല. പൊളിറ്റീഷ്യൻസ് ലോകത്ത് എവിടെയാണെങ്കിലും ശരി, അത് ഇന്ത്യയിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും ഇവർ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ. ബട്ട് ദാറ്റ് ഈസ് ദ സിസ്റ്റം. നമുക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബട്ട് ഞാൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും പറയുന്നത് നമ്മുടെ ഇമോഷനും ഈഗോ ആയിരിക്കരുത് നമ്മളെ കൺട്രോൾ ചെയ്യണം. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൂഡൻസിയും കോമൺ സെൻസും അതിൻ്റേതായ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റിനോ മാത്രം ഉപയോഗിക്കാതെ നമുക്ക് സെബി അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം ഒരുപാട് പ്രോഡക്ട്സ് തരുന്നുണ്ട്. ഇക്വിറ്റി മാർക്കറ്റ് തരുന്നുണ്ട്, ക്യാഷ് മാർക്കറ്റ് തരുന്നുണ്ട്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റ് തരുന്നുണ്ട്, കറൻസി മാർക്കറ്റ് തരുന്നുണ്ട്, കമ്മോഡിറ്റീസ് മാർക്കറ്റ് തരുന്നുണ്ട്, ബോൺസ് തരുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഒരു പോർട്ട്ഫോളിയോയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആർക്കും ഇതിൽ സങ്കടപ്പെടേണ്ടി വരില്ല. ഇപ്പം മാർക്കറ്റിൽ ഷോർട്ട് അടിച്ചവരെന്തോരം കാശുണ്ടാക്കി, അവരും മാർക്കറ്റ് പ്ലെയേഴ്സ് ആണെന്നുള്ളത് നമ്മൾ മറക്കരുത്. താഴേന്ന് പിടിച്ച് മുകളിലോട്ട് കളിക്കുന്നവർ മാത്രമല്ല മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്നത്, മുകളിൽ നിന്ന് ഷോർട്ട് അടിച്ച് താഴേക്ക് വന്ന് കവർ ചെയ്യുന്നവരും മാർക്കറ്റിൽ പൈസ. സോ മാർക്കറ്റ് ഇസ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. എല്ലാവർക്കും ഒരേപോലെ പെരുമാറാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അത് മറന്ന് നമ്മൾ വെറുതെ പീനലൈസ് ചെയ്ത് ബാഡ് വർക്കേഴ്സ് ബ്രെയിൻ ദ ടൂൾസ് എന്ന് പറയും പോലെ പോകരുത്. നമ്മുടെ പ്രയോറിറ്റീസ് അല്ല വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റീസിന് അതിൻ്റേതായ കാര്യങ്ങൾ പിക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഫണ്ടമെൻ്റലും ടെക്നിക്കലും നിങ്ങളുടെ നോളജും കോമൺ സെൻസും എല്ലാം ഉപയോഗിക്കാം എന്നുള്ള ഒരു ക്യാവിറ്റും കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ബ്രോഡർ മാർക്കറ്റ് കുറച്ചൊന്ന് ഡിമ്മായിട്ടും കറക്ഷനായിട്ട് കാണിക്കുന്നുവെങ്കിലും നിഫ്റ്റിയിലെ കമ്പനികൾ ഇൻ റിലേഷൻ ടു ദെയർ ഏർണിങ്സ് അത്രയ്ക്ക് അണ്ടർ വാല്യൂഡ് അല്ല. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഏതാണ്ട് ഓവർ വാല്യൂഷൻ ടെറിട്ടറിയിലുമായി. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ ആം നെഗറ്റീവ് ഓൺ സ്റ്റോക്സ്. ഐ കണ്ടിന്യൂ ടു ഹോൾഡ് 100% തന്നെയാണ്. ബട്ട് അതിൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ, മറ്റേതാണെങ്കിൽ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്ന് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റും ഓബ്ലിഗേഷനും നമ്മുടെ പ്രേക്ഷകർക്കുള്ളതുകൊണ്ട് ഞാൻ പ്രേക്ഷകരടുത്ത് പറഞ്ഞു ജസ്റ്റ് ബി കോഷ്യസ്. ദാറ്റ് ഡസൻ മീൻ നിങ്ങൾ നെഗറ്റീവ് ആവണം. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അവിടെ കരുതാതിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. ഓവർ ടു യൂണിക്കിൽ. സോ നമ്മൾ ഡിസ്കഷനിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം SIP എന്ന് പറഞ്ഞെങ്കിൽ അവർ ഏറെക്കുറെ വിശ്വസിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു. അതായത് ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു വെൽ ക്രിയേഷനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്ന ആളുകൾ SIPയിലേക്ക് ഇത്രത്തോളം ഒരു എമൗണ്ട് SIP വഴിയൊക്കെ തന്നെ നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ആ SIPകളുടെയൊക്കെ തന്നെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ആ ഒരു ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടിട്ട് ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും അത്രത്തോളം രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണോ എന്ന് ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനത്തിലേക്ക് അവർ മാറുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിലവിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? നിഖിൽ, നമ്മൾ ഇതിനെ അത്രയ്ക്ക് ക്രിട്ടിക്കലായിട്ട് കാണണ്ട. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ക്രിട്ടിക്കലായിട്ട് കാണേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നമ്മളൊരു മ്യൂച്വൽ ഫണ്ടാണെന്ന് വിചാരിക്കുക. നമ്മളിലേക്ക് ആൾക്കാർ സിപ്പ് വഴി പൈസ തരുന്നുണ്ട്. നമ്മളിത് മാർക്കറ്റിൽ പോയി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സെല്ല് ചെയ്ത് തന്നാലല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സെല്ല് ചെയ്ത് തരുമ്പോൾ അത് മേടിക്കുക എന്നുള്ള. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം കോടി ഉണ്ടെങ്കിൽ 1 ലക്ഷത്തിനുള്ള സപ്ലൈ ഉണ്ടെങ്കിലേ 1 ലക്ഷം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ടത് മേടിക്കാൻ പറ്റുള്ളൂ. മേടിക്കുക എന്ന് പറയുന്നതിലല്ല അതിൻ്റെ തെറ്റ്. അവിടെ സെല്ല് ചെയ്യുന്നത് ഈ IPO വഴി എക്സിറ്റ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സും ഫൗണ്ടേഴ്സും ഏർലി ഇൻവെസ്റ്റേഴ്സും FII ആണെന്നും, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് AI ട്രേഡ് കാരണമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻസ് കാരണമോ എന്തോ റീസൺ ആവട്ടെ സെല്ല് ചെയ്യുന്ന FIസിനും എക്സിറ്റ് ക്യാപിറ്റൽ കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അതും ഞാൻ തെറ്റായിട്ട് കാണില്ല. കാര്യം എന്തെങ്കിലും ഒരു റീസൺ ഒരാൾക്ക് ഉണ്ടാവുമല്ലോ സെല്ല് ചെയ്യാൻ. അത് പുറത്തോട്ട് പോകാനായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള തന്നെ ഇൻവെസ്റ്റർ നമുക്ക് മേടിക്കാനായിട്ട് നമുക്ക് സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ സെല്ല് ചെയ്തേ പറ്റൂ. അത് FI ആവാം, ആര് വേണമെങ്കിലും ABC ആയാലും അവിടെ സപ്ലൈ ഉണ്ടെന്നുള്ളത്. ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്തിനാണ് ഇങ്ങനെ ടൈമിലി എടുത്ത് ഡിപ്ലോയ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യേണ്ട കുറച്ചുകൂടി ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നിരന്തരമായിട്ട് കിട്ടിയ ഉടനെ തന്നെ എടുത്ത് അങ്ങോട്ട് ഇടുക, കിട്ടിയ ഉടനെ എടുത്ത് അങ്ങോട്ട് ഇടുക എന്നുള്ള രീതിയിൽ കാണിക്കുന്നതിനും പകരം കുറച്ചുകൂടി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി വാല്യുവേഷൻ ബേസ്ഡ് ആയിക്കൂടെ. വെൻ ഷുഡ് യു ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റ്? മാർക്കറ്റിൻ്റെ വാല്യുവേഷനും ഒരു PO മാർക്കറ്റ് ക്യാപ് ടു GDPയോ എന്തെങ്കിലും ഒരു കണക്ക് വെച്ചിട്ട് ചെയ്തൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്നുള്ളത്. FIIs എക്സിറ്റ് ചെയ്യണതൊക്കെ വേറെ കാര്യം. FIIs ആവാം, FIIs അല്ലാതിരിക്കാം. സോ അത് നോക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് സിപ്പിലേക്ക് പൈസ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചോട്ട് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് കൂടുതൽ കയ്യിലിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണെന്നുള്ള. ഇവിടെ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസ 10 ലക്ഷം രൂപയും ഈ പറയുന്ന പോലെ സിസ്റ്റത്തിനകത്ത് ഇതേ പൈസ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ് അത് നല്ല രീതിയിൽ അപ്വേർഡിലാണ് ബൈ ചെയ്തതെങ്കിൽ, ഇതിപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ
സെല്ല് ചെയ്യുമ്പോൾ ഒരു ലോവർ പ്രൈസിലാണ് സെല്ല് ചെയ്ത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് താഴേക്ക് വരും. അപ്പോൾ എക്സിറ്റ് ക്യാപിറ്റലിൽ നടക്കുന്ന ഇപ്പോൾ 100 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് സെല്ല് ചെയ്ത് FIക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് വോളിയം ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും 96, 95 ഓർഡർ ഇടുന്നത്. അതിന് വലിയൊരു ക്വാണ്ടിറ്റി ഓർഡർ ഇടും. അതിനെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് പൈസ ഉപയോഗിച്ച് ചെയ്യും. ഇതാണ് ഒരു സെല്ലർ കൂടുതലുള്ളപ്പം നമ്മുടെ ബൈയിങ് എങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്നുള്ള. എന്നാൽ 100 രൂപയുടെ ഒരു സ്റ്റോക്ക് അധികം സെല്ലേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യുന്നവൻ മുകളിലോട്ടാണ് ചോദിക്കുന്നത് 101, 102, 103 എന്നുള്ള. അപ്പോൾ ഈ ക്യാപിറ്റൽ ഉപയോഗിച്ച് സെല്ല് ചെയ്ത് മുകളിലോട്ട് മേടിക്കുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം പ്രൈസ് ഡിസ്കവറിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം നമ്മൾ ജനാധിപത്യത്തിൽ നോക്കുമ്പോൾ നോട്ടയും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന പോലെ ഇതെല്ലാം മാർക്കറ്റ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കംപ്ലൈൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിലും പറയേണ്ടത് ആരെടുത്താണെന്നറിയോ? ഇന്ത്യൻ കോർപ്പറേറ്റ്സിനടുത്താണ്. ഇന്ത്യൻ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ. ഇപ്പം നമ്മൾ അറിയാലോ, ഇപ്പോൾ IT കമ്പനീസ് തന്നെ അടുത്ത കാലം വരെ നമ്മൾ IT കമ്പനീസ് നാം പറഞ്ഞിരുന്നു താഴേക്ക് പോകുന്തോറും IT കമ്പനീസിൻ്റെ വാല്യുവേഷൻസ് ചിലപ്പോൾ കമ്പല്ലിംഗ് ആയിട്ട് വന്നേക്കാം. പക്ഷേ നമ്മൾ IT കമ്പനീസിനെ നമ്മൾ ചീത്ത പറയുന്നുണ്ട്. എന്താ, ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് AIയിലുള്ള ഏതെങ്കിലും സ്റ്റാർട്ടപ്പിനെ US-ലോ യൂറോപ്പിലോ മേടിച്ചിട്ട് നിങ്ങൾക്ക് AI എന്ന് പറയുന്ന സെക്ടറിലേക്ക് പിവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഓൺ സൈറ്റ് ഓഫ് ഷോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ മാത്രം മാൻ പവർ കോസ്റ്റ് ഹെഡ്ജിങ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ മാത്രം നിന്നേനാണ് നമ്മൾ IT കമ്പനീസിനെ കുറ്റം പറഞ്ഞേക്കണം. അല്ലാണ്ട് IT കമ്പനീസിനെ കുറിച്ച് നമ്മളൊന്നും പറയില്ല. കാര്യം ഇത്രയും ക്യാഷ് ഫ്ലോ വീണിട്ടും നിങ്ങളൊരു പ്ലാനിങ് നിങ്ങൾ ചെയ്തില്ല. ഇപ്പം അടുത്ത കാലത്ത് ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എഴുതുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ IT കമ്പനീസ് ഡെറ്റില്ലാത്ത കമ്പനീസാണ്. ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ വാല്യൂഷൻ അട്രാക്റ്റീവായിട്ട് വരും. പക്ഷേ നമ്മൾ മാനേജ്മെൻറ്റിനെയാണ് നമ്മളവിടെ കുറ്റം പറഞ്ഞെന്നുള്ളത്. ഇതേപോലെ ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ കുറ്റം പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ സംബന്ധിച്ച് 5%, 7% ഏർണിങ്സ് ഗ്രോത്ത് വരുന്നത്? അവർ വേണ്ട രീതിയിൽ അതിനെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്തില്ല. ലോകത്ത് എവിടെയാണ് ഒരു ഇന്ത്യൻ കമ്പനി ഇൻ്റഗ്രൽ ആയിട്ടുള്ളത്? അതായത് ഈ ഒരു വേൾഡ് വൈഡ് ഗ്ലോബൽ കമ്പനി ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ള. പിന്നെ രണ്ടാമത് IPOസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഓഫർ ചെയ്യണ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ വാല്യുവേഷനാണ്. അതിന് സെബി ഒന്നും ചെയ്യുന്നില്ല. അതിന് സെബിയെ കുറ്റം പറയാൻ പറ്റില്ല. സെബിയുടെ മാൻഡേറ്റിൽ ഇല്ല. സെബിയുടെ മാൻഡേറ്റ് എന്ന് എടുത്ത് കളഞ്ഞതെന്നറിയോ? പണ്ട് കൺട്രോളർ ഓഫ് ക്യാപിറ്റലായിരുന്നു. ഈ കൺട്രോളർ ഓഫ് ക്യാപിറ്റലിലാണെങ്കിൽ ഒരാൾ IPOന് വരുന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ മാനദണ്ഡമാണ്. നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്താ? 91, 92 കാലഘട്ടങ്ങളിൽ നമ്മൾ ലിബറലൈസ് ചെയ്തു, ഗ്ലോബലൈസേഷൻ ചെയ്തു. നമ്മൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. വലിയ കാര്യം തന്നെയാണ് ചെയ്തത്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ അന്ന് നമ്മൾ പൈസ വേണം എന്നുണ്ടെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ നിന്നും IMFൻ്റെ നിന്നും പൈസ കടം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? അവർ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരണമായിരുന്നു. ഇന്ത്യൻ എക്കണോമി ഓപ്പൺ ചെയ്യണം, ലിബറലൈസ് ചെയ്യണം, ഗ്ലോബലൈസേഷൻ ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ അവരൊരു കണക്കൂടെ പറഞ്ഞു. അവർ പറഞ്ഞാൽ അന്നത്തെ 91, 92 കൺട്രോളർ ഓഫ് ക്യാപിറ്റലിനെ എടുത്ത് കളഞ്ഞ് സെബിയെ കൊണ്ടുവന്നത്. എന്നിട്ട് എന്നിട്ടാണെങ്കിൽ സെബിക്കാണെങ്കിലോ ഒരു IPOൻ്റെ വാല്യുവേഷൻ കൺട്രോൾ ചെയ്യാനുള്ള അതിനുള്ള മാൻഡേറ്റ് കൊടുത്തിട്ടില്ല, അധികാരം കൊടുത്തിട്ടില്ല. അതായത് ഒരു IPO വരുമ്പോൾ പ്രൈസ് ചെയ്യണതിന് കൺട്രോൾ വേണമെന്ന് 91, 92 കാലഘട്ടത്തിൽ സെബി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് സെബിക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ സെബി എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എന്തിനാണ് സെബിയെ കുറ്റം പറഞ്ഞത്? നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുള്ളൂ. ആ സിസ്റ്റം അങ്ങനെ പോകുമ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്നുള്ളത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റാണ് എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്തുകൊണ്ട് മാർക്കറ്റിൽ കോഷൻ ആവാമെന്ന് പറഞ്ഞാൽ, നമ്മൾ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഓയിലിന് കയറുമ്പോൾ നമുക്ക് ഒരുപാട് കൊല്ലമൊന്നും ഓയിലിന് സബ്സിഡി കൊടുക്കാൻ പറ്റില്ല. ഇപ്പർ സൈഡിൽ നമ്മൾ ഇൻകം ടാക്സ് കുറച്ചു, GSTയുടെ റേറ്റ് കുറച്ചു എന്നുള്ള. എവിടെയെങ്കിലും വെച്ച് ഗവൺമെൻറ് ഈ ഓയിൽ കമ്പനീസിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഓയിൽ കമ്പനീസിൽ നേരെ നിന്ന് റീറ്റെയിൽ പെട്രോൾ പമ്പിൽ ഫ്യൂൽ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം എന്താ, നമുക്ക് ബാധ്യതയൊന്നുമില്ല, നമ്മുടെ ബാധ്യത കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ വേറെ രീതിയിൽ ഈ സബ്സിഡി അടച്ചു തീർക്കണം. ഇടത്ത് വശത്ത് നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് വലത് വശത്ത് ഇടണമെന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കുറച്ചില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോലുള്ള. ബട്ട് മാർക്കറ്റിൽ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ, ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി എങ്ങനെ ഇരിക്കുന്നുള്ള 5-ാം തീയതി വരുന്ന ഇതിൽ കൂട്ടൂല. അവർ മിക്കവാറും സ്റ്റേറ്റസ് കോ ആയിരിക്കും. ബട്ട് കമൻട്രി എന്താണെന്നുള്ളത് സൂക്ഷിക്കുക. ആദ്യം ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിന് കൂടുതൽ വരികയാണെങ്കിൽ ഏർണിങ്സിന് അല്ലെങ്കിൽ വാല്യുവേഷനിൽ റീപ്രൈസിങ് വരുമ്പോഴാണ് മാർക്കറ്റിന് പ്രോബ്ലം ആവണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. എനിക്ക് നമ്മൾ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഹൗസിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin.